ആരംഗീകരിച്ചു എന്നുള്ളതല്ല. ദൈവം പരിശുദ്ധാത്മാവിനെ ഒരുത്തൻ്റെ മേൽ അയച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരുത്തനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരെല്ലാം അംഗീകരിക്കാതെ പോയാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ ആർക്കും ഒതുക്കാൻ കഴിയാത്ത ഒരു ശുശ്രൂഷ നമ്മളെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും. വിശ്വസിക്കുന്നവർക്കായിട്ട് സ്തോത്രം. അതിനിടയ്ക്ക് ഒരു ദൂതായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്നെ വളരെ ചിന്തിപ്പിച്ചൊരു വാക്യമുണ്ട് പത്രോസിനെ കുറിച്ച് പറയുന്നത്. അവനെ പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. അവനെ കാരാഗ്രഹത്തിനകത്ത് 4 ചേവകരുള്ള പടയാളികൾ കാവൽ നിൽക്കുകയാണ്. നീ പുറത്ത് വരത്തില്ല എന്നും പറഞ്ഞ് അഗ്നിനാവിൻ്റെ സ്പർശനമേറ്റ പത്രോസ് ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച അഭിഷേകം ചെയ്തവനെ റോമാക്കാർ പിടിച്ച് പൂട്ടി, എന്നിട്ട് അവൻ്റെ കാവൽ നിർത്തി അവനെ കാരാഗ്രഹം സൂക്ഷ്മമായി പൂട്ടി. പക്ഷെ രാവിലെ ഒരു ദൂതൻ ഒരു ബാല്യക്കാരൻ ഓടിക്കതച്ച് വന്ന് പറയുകയാണ്, നിങ്ങൾ പൂട്ടിയിട്ടവൻ തോണ്ട് താഴെ എന്ന് പള്ളി പ്രസംഗിക്കുന്നു. അപ്പോൾ അവർ ചാടി എന്താ ചെയ്തത്? അവർ പൂട്ടെ കയറി പിടിച്ച് വലിച്ചു നോക്കി. അപ്പോൾ പൂട്ട് സൂക്ഷ്മമായി കാരാഗ്രഹം പൂട്ടിയിരിക്കുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും കണ്ടു. പക്ഷെ പത്രോസ് അകത്തില്ല. അതിൻ്റെ ആ വചനത്തെ അത് എഴുതിയിരിക്കുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ദൂത് എന്നാണെന്നറിയാമോ? ദൈവം നിന്നെ അഭിഷേകം ചെയ്താൽ നിന്നെ പൂട്ടുവാൻ ആർക്കും ഒക്കത്തില്ല, നിന്നെ ഒതുക്കാൻ ആർക്കും പറ്റത്തില്ല. ആരെല്ലാം നിന്നെ ഒതുക്കിയാലും അതിൻ്റെ നടുവിലൂടെ നിന്നെ പുറത്തു കൊണ്ടുവന്ന് ദൈവം നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ശക്തിയോടെ ചെയ്യിപ്പിക്കും. നിന്നിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിൻ്റെ നാളോ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുന്നവനാണ്. ആർക്കും ഒതുക്കാൻ കഴിയില്ല. പത്രോസിനെ ആർക്കും ഒതുക്കാൻ കഴിഞ്ഞില്ല. കാരണം അത്ര വലിയൊരു അഭിഷേകമാണ് പത്രോസിന് വന്നത്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് കയറ്റി ഒരു കാര്യം പറയട്ടെ. പത്രോസിൻ്റെ മേലൊക്കെ വ്യാപരിച്ച അതേ ആത്മാവിൻ്റെ ശക്തിയേറിയ വ്യാപാരം ഇന്ന് രാത്രി നിങ്ങളുടെ മേൽ വന്നാൽ ഒരു ഉറപ്പ് ഞാൻ തരാം. ഒരു ശക്തിക്ക് നിന്നെ ഒതുക്കാൻ കഴിയാതെ വണ്ണോ, ഒരു ശക്തിക്ക് നിന്നെ പിടിച്ചു വെക്കാൻ കഴിയാതെ വണ്ണോ, ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയാതെ വണ്ണോ, നിന്നെ ആർക്കും കൂച്ചുവലങ്ങിടാൻ കഴിയാതെ വണ്ണോ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ കഴിയും. ആ ശക്തിയേറിയൊരു അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ ശക്തിയോടെ വ്യാപസിക്കണം. സ്തോത്രം. ആർക്കും ഒതുക്കാൻ പറ്റത്തില്ല. പിന്നെ ചരിത്രത്തിൽ യോഹന്നാനെ പിടിച്ച് തിളച്ചെണ്ണയ്ക്കകത്ത് ഇട്ടെന്നൊക്കെയാണ് പറയുന്നത്. ബൈബിളിൽ അങ്ങനെ ഒരു വാക്യം ഞാൻ കണ്ടായിട്ട് ഓർക്കുന്നില്ല, തിളച്ചെണ്ണയ്ക്കകത്ത് ഇട്ട്. പക്ഷേ എന്താ ഇട്ടത് ശരിയാണെങ്കിൽ യോഹന്നാനെ തിളച്ചെണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് അവസാനം പിന്നീട് ചാകുന്നില്ലെന്ന് കണ്ടപ്പം പത്മോസിൽ കൊണ്ടിട്ടെന്നാണ്. അങ്ങനെ പത്മോസിലേക്ക് നാട് കടത്തിയെന്നാണ്. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ വളരെ ചിന്തിച്ചപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. യോഹന്നാനെ പിടിച്ച് എണ്ണയ്ക്കകത്തിട്ടു. നമ്മൾ മത്തിയും കിളിമീനും ഒക്കെ വറക്കാനായിട്ട് എണ്ണയ്ക്കകത്തിടും. ഇട്ടച്ച് പോയിട്ടൊരു 15 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരും. കാരണം തിരിച്ചിടാൻ വേണ്ടി, ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ മറ്റേ സൈഡ് മൂക്കാൻ വേണ്ടി യോഹന്നാനെ മറിച്ചിടാൻ വേണ്ടി നീളമുള്ള ചട്ടുകൊക്കെ ആയിട്ട് ആളുകൾ വന്നപ്പോൾ യോഹന്നാൻ പറഞ്ഞാണ്, എണ്ണ തെറിക്കാതിരിക്കണേ മാറി നോണം, കണ്ണിലും മൂക്കിലും എണ്ണ തെറിച്ചെന്ന് പറഞ്ഞ് ഇനി എന്നോടൊന്നും പറഞ്ഞേക്കല്ലേ, തിരിച്ചിടാനല്ലേ വന്നേ, ചട്ടുകം വെച്ച് കൂത്തല്ലേ, ഞാൻ തന്നെ തിരിഞ്ഞു കിടന്നോളാം എന്ന് പറഞ്ഞ് ഒരൊറ്റ മറിച്ചിൽ പറഞ്ഞു കാണും. അപ്പോൾ അവിടെ ഇന്ന് ഭരണാധികാരി ഇവനെ എണ്ണയ്ക്കകത്ത് കോരിയെടുത്ത് മേശപ്പുറത്ത് വെച്ച് പറഞ്ഞു കാണും, ഇവനെ കല്ലെ വെച്ചരച്ചാലും ചാകുകയല്ല, എവിടെയും കൂടെ കളയാൻ പറഞ്ഞു കാണും. അങ്ങനെ ആ പത്മോസി കൊണ്ടിട്ടെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എന്ന് പറഞ്ഞാൽ തീക്കകത്ത് കുരുത്തവനാണ്. അഗ്നിനാവിൻ്റെ സ്പർശനത്താൽ അഭിഷേകം പ്രാപിച്ച് പുറത്തു വന്നവനെ ഒതുക്കാൻ ഈ റോമ സാമ്രാജ്യത്തിന് കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, അവനെ പൂട്ടിയിട്ടു. ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരു ദിവസം ഒരു സിംഹത്തെ ഒരു പൂച്ചക്കുഞ്ഞിനെ കിട്ടും കേട്ടോ. ബസ്സേ വണ്ടിയെ പോകുമായിരുന്നു. റോഡിൽ ഒരു പൂച്ചക്കുഞ്ഞിരിക്കും. ചേട്ടാ അവശനായിട്ട് കിടക്കാൻ പൂച്ചക്കുഞ്ഞൊരു വണ്ടി തട്ടിയിട്ടുണ്ട് ചെറുതായിട്ട്. അതിനെ കൊണ്ടുപോയി പാലും ഒക്കെ കൊടുത്ത് അതിന് തണുപ്പടിക്കണ്ടല്ലോ എന്ന് ഓർത്ത് അതിനെ കൊണ്ടുപോയി ഇങ്ങനെ പഴയ ബന്നീനകത്ത് ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് രാത്രി 10:45 തൂത്ത് ഉറങ്ങട്ടെന്ന് കരുതി പാവം പൂച്ചക്കുഞ്ഞ് റോഡിൽ നിന്ന് കിട്ടിയാന്നല്ലോ എന്നോർത്ത് പിടിച്ച് ഇനിയും വളർത്താമെന്നോർത്ത് ഞാനിങ്ങനെ വെച്ചു. 10:45 കഴിഞ്ഞപ്പോൾ ഉണ്ട് കതകിനൊരു അടി, ഒരു ഗർജനോ, എന്താണെന്നറിയാം, പൂച്ചക്കുഞ്ഞല്ലായിരുന്നു, സിംഹത്തിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. ഇതാണ് അന്ന് ഇസ്രയേലിലുണ്ടായത്. കാരണം റോഡേ പോയ 2 പേരെ അകത്താക്കി രാത്രി സിംഹം ഗർജിച്ചപ്പോൾ അഴിച്ചുവിട്ട് ജോലി പോയിരിക്കാൻ. വായിച്ചിട്ടില്ലേ? 2 എണ്ണത്തെ പിടിച്ച് പൂട്ടിയിട്ട് രാത്രി ആ കാരാഗ്രഹമെല്ലാം അവിടെ കുലുങ്ങാൻ തുടങ്ങി. കഥകളെല്ലാം ചാവിട്ടി പൊളിക്കുകയാണ് ഒരുത്തൻ. ആരുടെ അതിൻ്റെ പിള്ളേരെ പൂട്ടിയിട്ടേക്കുന്നത്? അത്ര അങ്ങോട്ട് കത്തുന്നില്ലല്ലേ? അതൊന്നും നമ്മൾ ചിന്തിക്കാറായിട്ടില്ലല്ലേ? ദൈവമക്കളെ, എന്നെ ചിന്തിപ്പിച്ചത് മെക്കദോന്യെ കൂടെ നടന്നു പോകുന്ന പൗലോസും ശീലാസും വരത്തന്മാരാന്ന് കരുതി, എങ്ങാണ്ടൂന്ന് വന്നവരാന്ന് കരുതി പിടിച്ചകത്തോട്ട് വെച്ചു. അവന്മാരനങ്ങിയില്ല. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്, അവിടുന്ന് ഞങ്ങളുടെ രക്ഷകൻ വരുമെന്ന് ഉറച്ചു വിശ്വസിച്ച്
റോമാ പൗരത്വം ഉണ്ടെന്ന് പറയാതെ അവർ പമ്മിയിരുന്ന് അർദ്ധരാത്രി ബാലരമയ്ക്കകത്ത് കാണുന്ന മായാവി വരട്ടെ എന്ന് രാജുവിൻ്റെ ആദയം കൂടെ വിളിക്കുന്ന പോലെ ഇവരൊറ്റ വിളി, യേശു അപ്പച്ചാന്നൊരു വിളി. അർദ്ധരാത്രി കഥകൾ തുറക്കാൻ തുടങ്ങി, കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങാൻ തുടങ്ങി, ചങ്ങലകൾ പറഞ്ഞു പോയി, വലിയ ഭൂകമ്പം ഉണ്ടായി, അധിപതികൾ അവരുടെ കാൽക്കൽ വീണു. രക്ഷപ്പെടുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണോ? അപ്പോഴാ മനസ്സിലായത് യേശുവിന്റെ ആൾക്കാരാണെന്ന്. ഇന്ന് പകൽ ഈ ദൂതിന്റെ ആഴം തിരിച്ചറിയണോ? അഭിഷേകം പ്രാപിച്ച മക്കെദോന്യയിൽ അല്ലെങ്കിൽ ആത്മശക്തിയോടെ വന്ന് പൗലോസിനെയും ശീലാസിനെയും ഒതുക്കുവാൻ ആർക്കും കഴിയാതിരുന്നതിന്റെ കാരണം ഒരു വലിയ അഭിഷേകം, ഉയരത്തിലെ അഭിഷേകം അവരുടെ മേലുണ്ടായിരുന്നത് പോലെ ഈ 17ാമത്തെ രാത്രിയിൽ ഒരു വലിയ അഭിഷേകം ഇന്ന് രാത്രി നമ്മുടെ മേൽ ദൈവം അയക്കട്ടെ. ആർക്കും നിന്നെ ഒതുക്കാൻ കഴിയാതെ വന്നോ? രോഗത്തിനോ പാതാളത്തിനോ മരണത്തിനോ അന്ധകാരത്തിനോ ഒരു ശക്തിക്കോ നിന്നെ ഒതുക്കുവാൻ കഴിയാതെ വന്നോ? ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയൊരു കവിഞ്ഞൊഴുക്ക് ഇന്ന് രാത്രി നമ്മുടെ ശരീരങ്ങളിൽ വ്യാപരിക്കാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ യോഗം അവസാനിക്കുന്നതിന് മുമ്പേ ചിലരെ ദൈവാത്മാവ് ശക്തിയോടെ അഭിഷേകം ചെയ്യാൻ പോകുകയാണ്. അതേ ആത്മാവ് ഇന്നും ജനങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരുടെയെങ്കിലും ശക്തി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ആ ശക്തി ഒന്ന് വർദ്ധിക്കട്ടെ, ആ ശക്തി ഒന്നുകൂടെ പുതുക്കപ്പെടട്ടെ. റോമാലേഖനം എന്താ പറയുന്നത്? യേശുവിനെ മരിച്ചവരുടെ എന്ന് അർപ്പിച്ച ആത്മാവായതാ. യേശുവിനെ മരിച്ചവരുടെ ഇടന്ന് ഏർപ്പിച്ചവൻ്റെ ആത്മാവ്. അത് നിങ്ങളിൽ വസിക്കുന്നെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. യേശുവിനെ എങ്ങനെ കൊന്നേ? കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപമാക്കി കളഞ്ഞു. വലിച്ചു കീറിയില്ലേ കർത്താവിനെ? ആടിച്ച് കീറി. കണ്ടാൽ പേടിച്ചു. മനുഷ്യനാന്ന് പോലും തോന്നത്തില്ല. ആട്ടിച്ച് ചാതച്ച് പുറമെല്ലാം ഉഴവുചാൽ പോലെ കണ്ണൊക്കെ ഒരെണ്ണം പുറത്തോട്ട് വന്നെന്നാണ് പറയുന്നത്. ആടിച്ച് തല മുൾക്കിയിടാൻ, തലയൊക്കെ അരിപ്പപാത്രം പോലെ കൈയും കാലും എല്ലാം തുളച്ച് കളഞ്ഞു. ദൈവമക്കളെ വിലാപ്പുറം കുത്തി കിഴിച്ചു, പുറം ഉഴവുചാൽ പോലെ കീറി. കണ്ടാൽ വറുക്കുവാൻ വെച്ചിരിക്കുന്നൊരു മീൻ കഷ്ണം പോലെ വരഞ്ഞ് 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 ഒരു കുഴപ്പമില്ലാതെ ഓടി നടന്ന് ശുശ്രൂഷിച്ച നസ്രയനെ അവർ ഓടിച്ചിട്ട് അവരെ പിടിച്ചുകൊണ്ട് പോയി ഈ പരുവത്തിലാക്കിയിട്ട് മരിച്ചെന്നറിഞ്ഞപ്പോൾ ചേതനയറ്റ ശരീരം അവർ ശീലയ്ക്കകത്ത് പൊതിഞ്ഞു കെട്ടി ശിഷ്യന്മാർ ചുമ്മിക്കൊണ്ടുപോയി. എവിടെ കൊണ്ടുവച്ചു? സ്തോത്രം, കല്ലറയ്ക്കകത്ത് വെച്ചു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോൾ അത്ഭുത സാക്ഷ്യവുമായി യേശു വരികയാണ്. എന്താ സാക്ഷ്യം? ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ മരിച്ചവനായിരുന്നു. എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നെന്നല്ല, അതിലും വലിയ കാര്യമാണ് പറയുന്നത്. മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഇതിൻ്റെ രഹസ്യം എന്താണ്? യേശു ഈ നിലവാരത്തിൽ തകർക്കപ്പെട്ടു പോയിട്ടും അവിടുന്ന് ഉയർത്തെഴുന്നേക്കുവാനുള്ള രഹസ്യം എഫേസ്യ ലേഖനം 1:20 വ്യക്തമായി എഴുതിയിരിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റത് ദൈവപുത്രനായതുകൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ യേശു മാത്രമേ ഉയർത്തെഴുന്നേക്കത്തുള്ളല്ലോ, വേറെ ആരും ഉയർത്തെഴുന്നേക്കാൻ പറ്റിയല്ലോ? ദൈവമായതുകൊണ്ടാണോ ഉയർത്തെഴുന്നേറ്റ്? അല്ല. യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ മർമ്മം വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എഫേസ്യർ 1:20. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുകയും. അപ്പൊ യേശു കർത്താവിനെ ഉയർപ്പിച്ചതാരാ? ആത്മാവാ. സമ്മതിക്കുന്നില്ല. ദൈവം ആത്മാവാണ് പ്രിയപ്പെട്ടവരെ. ദൈവം തൻ്റെ ആത്മാവിനാലാണ് ഉയർപ്പിക്കുന്നത്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ്, യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരത്തെയും അവൻ ഉയർപ്പിക്കും. വിശ്വസിക്കുന്നുണ്ടോ? മർത്യ ശരീരത്തെയും ജീവിപ്പിക്കും. നമ്മളെ അവൻ ജീവിപ്പിക്കും. സ്തോത്രം. എങ്ങനെ? തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് താഴ്ചയുള്ള ശരീരത്തെ അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്നത് തനിക്ക് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിൻ്റെ വ്യാപാര ശക്തി കൊണ്ടാണെന്ന് ഫിലിപ്പിയർ 3:21 പറയുന്നു.
ആ ഉയർപ്പിൻ്റെ ശക്തി ഒരു പ്രാവശ്യം കൂടെ ഇന്ന് രാത്രി നമ്മൾ അനുഭവിക്കാൻ പോകുന്നേ. ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഏറ്റെടുക്കാൻ പോകുന്ന ഇന്ന് രാത്രി ആ ഉയർപ്പിൻ്റെ ശക്തിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഉയർപ്പിന് വേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ അയക്കുന്നത്. ഒരു നല്ല ഉയർത്തെഴുന്നേൽപ്പുണ്ടാകാൻ ദൈവം നമ്മളെ അഭിഷേകം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാണ്. എനിക്ക് ശുശ്രൂഷയ്ക്ക് വിളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ അഭിഷേകമൊന്നും കിട്ടിയില്ലേ, സാരമില്ല, ഞാൻ വലിയ വിശുദ്ധ ജീവിതമൊക്കെ നയിക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കരുത്. നിനക്കിത് ബാധകമാണ്. നല്ല ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങളുടെ മർത്യ ശരീരത്തെ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ അതേ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കുമെന്നാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി അഭിഷേകം കൂടിയേ തീരൂ. അത് നഷ്ടപ്പെട്ട ആളുകൾ അത് പുതുക്കിയേ തീരൂ. അതാ പൗലോസ് ചോദിച്ചത്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? അതുകൊണ്ടാണ് ശമരിയ പട്ടണത്തിലേക്ക് പത്രോസും യോഹന്നാനും ഓടിപ്പോയത്. അതുവരെയും അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിരുന്നില്ല. അവരുടെ മേൽ കൈവെക്കുകയാണ്. എല്ലാവരും പ്രാപിക്കണം, എല്ലാവരും പ്രാപിക്കണം എന്ന് പറഞ്ഞ് അവരുടെ മേൽ കൈവെക്കുകയാണ്. സ്തോത്രം. കാരണം വീണ്ടെടുപ്പ് നാളിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നത് അവനാലല്ലോ. വീണ്ടെടുപ്പ് നാളിന് വേണ്ടി മുദ്രയിട്ടിരിക്കുന്നത് അവനാലല്ലോ. സ്തോത്രം. ദുഃഖിപ്പിക്കരുത് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഞരങ്ങരുത്. പരിശുദ്ധാത്മാവ് നമ്മളെ വിട്ട് പോകാൻ അനുവദിക്കരുത്. ദൈവത്തിൻ്റെ നല്ല ആത്മാവിനെ നമ്മിൽ നിന്ന് ദൈവം എടുക്കാൻ അനുവദിക്കരുത്. ദാവീദ് കമന്നു വീണ് പ്രാർത്ഥിച്ചു, നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ. ദൈവാത്മാവ് നമ്മെ വിട്ടുപോകും. ദൈവമക്കളെ സൂക്ഷിച്ചില്ലെങ്കിൽ വിട്ടുപോകും. കാരണം നമ്മൾ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ ദാനമാണിത്. ദൈവം നമ്മുടെ മേലൊരു ദാനമായിട്ട് നൽകിയതാണ് പരിശുദ്ധാത്മാവ്. നമ്മൾ ഒത്ത പോലെ ജീവിച്ചാൽ ആത്മാവ് കൂടെ നിൽക്കത്തില്ല. വചനത്തിൻ്റെ പ്രമാണം അനുസരിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ ദൈവാത്മാവ് നമ്മുടെ കൂടെ നിൽക്കത്തില്ല. പാരമ്പര്യമൊക്കെ അവിടെ കിടക്കും. ആത്മാവ് നിൻ്റെ കൂടെ നിൽക്കണമെങ്കിൽ വചനം അനുസരിക്കണം. എത്ര വർഷത്തെ പാരമ്പര്യം പെന്തക്കോസ്തിൽ പറയാനുണ്ടെങ്കിലും ആത്മാവ് ചലിക്കണമെങ്കിൽ വചനത്തിൻ്റെ പ്രമാണത്തിലൂടെ മുന്നോട്ട് പോകണം. വചനത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് മാറുന്നവനെ എല്ലാം ദൈവാത്മാവ് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിനെ സഹായിക്കാൻ യാതൊരു മാർഗവുമില്ല പ്രിയപ്പെട്ടവരെ. ഒരു കണ്ടീഷൻ അനുസരിച്ചാണ് ദൈവം ആത്മാവിനെ നൽകാൻ പോകുന്നത്. ഒരു അഭിഷേകം ഇന്ന് രാത്രിയുടെ നടക്കണമെന്നാണ് ഉദ്ദേശം. അതുകൊണ്ട് 2-3 ഭാഗമൊന്ന് പറഞ്ഞങ്ങ് നിർത്തുക. ദൈവമക്കളെ ശിംശോനോട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവ് ശിംശോൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ഞാൻ ആത്മാവിൽ നിറച്ച് ഒരു വലിയ ശുശ്രൂഷ അവനുണ്ട്. അവൻ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് ജനത്തെ വിടുവിക്കാൻ പോകുക. വലിയ ശുശ്രൂഷ ഉള്ളൊരു കൊച്ചൻ നിങ്ങളുടെ വീട്ടിൽ വരാൻ പോവുക. ശിംശോൻ്റെ അപ്പനും അമ്മയും വലിയ സന്തോഷമായി. ഒരു ദൂതം പ്രത്യക്ഷപ്പെട്ട നിനക്കൊരു കൊച്ചനുണ്ടാകും. അവൻ ഭയങ്കര പ്രസിദ്ധനായിരിക്കും. അവൻ ഫെലിസ്ത്യരുടെ തലവേദനയായിരിക്കും. വലിയ ശുശ്രൂഷ അവനുണ്ടാകും. പക്ഷേ 3 കാര്യം അവനോട് ശ്രദ്ധിച്ചോളാൻ പറഞ്ഞോളാം. കൊച്ചനോട് എന്നാ ശ്രദ്ധിക്കേണ്ടത്? ശവത്തിൻ്റെ അടുക്ക പോലെ. ശവങ്ങളുമായിട്ട് യാതൊരു ബന്ധവും പറ്റത്തില്ല. ഒന്ന് ശവത്തിൻ്റെ അടുക്ക പോലെ ആശീർവാദക്കാരനായിരിക്കണം. ശവത്തിൻ്റെ അടുക്ക പോലെ മുടി മുറിക്കല്ലേ. മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് എന്ത് ചെയ്യരുത്? തൊടരുത്. അത് 3 വലിയ വ്യാഖ്യാന വിഷയങ്ങളാണ്. ഒന്ന് ശവത്തോട് അടുക്കലെന്ന് പറഞ്ഞാൽ ജീവൻ പ്രാപിച്ചവരുമായിട്ടാണ് കൂട്ടായ്മ വേണ്ടേ. ചത്തവനുമായിട്ടുള്ള ബന്ധമെല്ലാം നിർത്തണം. നിന്നെ കൂടെ ആത്മാവിൽ കുതിപ്പിക്കുന്നവനുമായിട്ടേ കൂടാവുന്ന. ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നവൻ്റെ കൂടെ കൂടരുത്. മനസ്സിലായില്ല? നിന്നെ കൂടെ കത്തിക്കുന്നവന്മാരുടെ കൂടാവുന്ന. സ്തോത്രം. ചിലവരുടെ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ ചെയ്യാൻ പോലും തോന്നത്തില്ല. കാരണം ഉള്ള തീയുടെ കെടുത്തി കളയന്മാർ. പക്ഷെ ചിലരുടെ കൂടിയാൽ വീണ്ടും വീണ്ടും ശുശ്രൂഷിക്കാനുള്ള ആവേശം വരും. സ്തോത്രം. ജീവൻ പ്രാപിച്ച ശവത്തിൻ്റെ കൂട്ടുകെട്ടൊന്നും ഉണ്ടാകരുത്. ശവങ്ങളുമായിട്ട് കൂട്ടുകെട്ട് കൂടരുത്. സ്തോത്രം. 2 മുടി മുറിക്കരുതെന്ന്. അതൊക്കെ ഒത്തിരി വ്യാഖ്യാനമുണ്ട്. സ്തോത്രം. 3 ശവത്തിൻ്റെ അടുക്കം പോലെന്നല്ല, മുന്തിരിവള്ളിയിൽ നിന്ന് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ രസിപ്പിക്കുന്നതാണ് മുന്തിരി. നിൻ്റെ രസം യഹോവയിലായിരിക്കണം. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരുന്നു യേശുവിൻ്റെ. അപ്പോൾ നമ്മുടെ വ്യവസ്ഥാപിതമായിട്ടാണ് ഈ ആത്മാവിനെ ശിംശോൻ്റെ മേലേൽപ്പിച്ചിരിക്കുന്നത്. ഒരു കണ്ടീഷനുണ്ട്. ഈ 3 കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് വീഴ്ച വരുത്തിയാൽ കുഞ്ഞെ കുടഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയുള്ളൂ. നീ കുടയും, പക്ഷേ ആത്മാവിടെ കാണുകയില്ല. പഴയ പോലെ കുടയും. 79 ഇറങ്ങിയതായതുകൊണ്ട് കുടച്ചിൽ ഇപ്പോഴും നടത്താം. മനസ്സിലായില്ല? സ്തോത്രം. ആർക്കായിരുന്നു കുടയാൻ വയ്യാത്തേ? ആർക്ക് വേണേലും കുടയാം. ശിംശോനും കുടയുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് കുടഞ്ഞാൽ അവൻ്റെ കെട്ടെല്ലാം അഴിഞ്ഞ് ഒരു താടിയല് കിട്ടിയാൽ അത് വെച്ച് തകർക്കും. ഫെലിസ്ത്യനെ കൊന്ന് അടുക്കി വെക്കുമായിരുന്നു. ഇപ്പം കുടച്ചിൽ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ല?
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ചില ആളുകൾക്ക് ഇപ്പോൾ ഈ കുടച്ചിൽ മാത്രമേ ഉള്ളൂ, വിടുതലൊന്നുമില്ല. ഇച്ചിരി നേരം കുടഞ്ഞേച്ച് പോരും. 8:15 വരെ ഇരുന്ന് കുടയും, രാവിലെ 1:15 വരെ കുടയും. ഈ കുടച്ചിൽ എല്ലാ ദിവസവും നടത്തുന്നല്ലാതെ ഈ കുടച്ചിൽ ഒരിക്കലും മാറുന്നില്ല. കുടയുന്നുണ്ടെങ്കിലും പലതിനും വിടുതലില്ല. എന്നാ കാര്യം? വേണ്ടതില്ലാതെ കുടഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. വേണ്ടതില്ലാതെ കുടഞ്ഞിട്ട് കാര്യമില്ല. കുടച്ചിൽ മാത്രം പോരാ, ശക്തി വേണം. പക്ഷേ ശിംശോൻ ഇപ്പോൾ കുടയുമ്പോൾ അത് ഭക്തിയുടെ വേഷം മാത്രമാണ്. അതിൻ്റെ ശക്തി പോയിരിക്കുന്നു. അവൻ കുടയുന്നു എങ്കിലും അവൻ്റെ മേൽ ആത്മാവില്ലാത്ത കുടച്ചിലാണ് എന്നുള്ളത് അവിടെ വ്യക്തമായിരിക്കുന്ന പോലെ അന്ത്യകാലത്ത് ഇതുപോലെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ശിംശോന്മാരെ കൊണ്ട് സഭകൾ നിറയുമെന്നുള്ളത് പ്രവചനമാണ്. തിമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതി, അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ച ശക്തിയില്ലാത്ത ആളുകൾ വരും. നിങ്ങൾ ഇവിടെ ഇല്ലേ? ശിംശോൻ ആദ്യം വലിയ തീയായിരുന്നു. പക്ഷേ അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? 1-ാം നൂറ്റാണ്ടിൽ ഈ സഭ ആരംഭിക്കുമ്പോൾ എന്നാ ശക്തിയാ സഭയ്ക്കെന്നറിയോ? അന്നത്തെ ശക്തിയൊക്കെ എന്തായിരുന്നു? അന്നത്തെ പാസ്റ്റർമാരോട് കള്ളം പറഞ്ഞ അന്ന് അവൻ്റെ വീട്ടിൽ ചവാടക്ക. പത്രോസിനോട് ഒരു കുടുംബം വന്ന് കള്ളത്തരം പറഞ്ഞു. അച്ചാൻ വന്ന് കള്ളം പറഞ്ഞു, ടിസ്. അച്ചാനെ അടക്കി വെച്ച് മമ്മട്ടിയുടെ മണ്ണ് കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മാമ്മ മൂളിപ്പാട്ടും ഒക്കെ പാടി, ഞാൻ അച്ചാൻ ഇങ്ങനെ വന്നായിരുന്നു. അച്ചാമ്മ വന്നോന്നോ ഇങ്ങോട്ട്, അവിടെ എത്ര രൂപയ്ക്ക് അമ്മാമ്മ വിറ്റത് വസ്തു? 100 രൂപയ്ക്ക്. അച്ചാൻ കൊണ്ടുവന്നില്ലായിരുന്നു. കള്ള പറയല്ലേ, നിൻ്റെ ഭർത്താവിനെ കൊന്നവന്മാരുടെ കാലിപ്പിട ഉണ്ട്. അവൻ കൊന്നവരുടെ അല്ല, അടക്കിയവരുടെ കാലിപ്പിട ഉണ്ട്. മമ്മട്ടിയുടെ മണ്ണ് കുത്തുന്നേ ഉള്ളൂ. പത്രോസ് പറഞ്ഞ് കുത്തണ്ട, മൊത്തം കുത്തണ്ട, ഒരടക്കം കൂടെ ഉണ്ട്. വെയിറ്റ് ഞാൻ ചോദിക്കട്ടെ, ഒരടക്കം കൂടെ ഉണ്ട്. അല്ലേ, എത്ര രൂപയ്ക്ക് വിറ്റേ? ഇത്ര രൂപയ്ക്കാണ്. കഴിയും, ചത്തുപോയി, കഴിയും. അന്നത്തെ പത്രത്തിൽ ഇതിൻ്റെ കാരണം വന്നാൽ ഇങ്ങനെ എഴുതും, ഉപദേശിയോട് കള്ളം പറഞ്ഞ 2 പേരും ചത്തുപോയി. ഇന്നത്തെ ഉപദേശിമാരുടെ തലയ്ക്ക് കസേര വെച്ചടിച്ചാലും ഉപദേശം ചാകുന്നില്ല, അടിച്ചോനും ചാകുന്നില്ല. എന്താ കാര്യം? സ്തോത്രം. ഞാൻ ആരെയും കുറ്റപ്പെടുത്താൻ വന്നല്ല. അങ്ങനെ പോകുന്ന ഒരനുഭവത്തിലേക്ക് നമ്മളൊന്നും പോകാതെ നമ്മുടെ ശക്തി പുതുക്കാൻ ദൈവം അനേക സഭകൾക്കില്ലാത്തൊരു ഭാഗ്യം 21 ഇരുന്ന് പുതുക്കാൻ ദൈവം തന്നിരിക്കുക. ഇതൊന്നും ഇല്ലാതെ പോയ സഭകളിലാണ് ഇത് സംഭവിച്ചത്. ഇങ്ങനെയൊക്കെ ദൈവസന്നിധി സമയാസമയങ്ങളിൽ ഇതിൻ്റെ ഗൗരവത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തി പുതുക്കി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് പരാജയമില്ല. പക്ഷേ ചില സഭകൾ ഉണ്ടെന്നും പറഞ്ഞ് നടിച്ചങ്ങ് മുന്നോട്ട് പോകും. പക്ഷേ ചെന്ന് ആപ്പിലാകുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷേ അതിന് വ്യത്യസ്തമായി സഭ ഈ ചൂടും പിടിച്ച് ഉപവസിപ്പാൻ തീരുമാനിച്ചതിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ദൈവം നമ്മെ ശക്തീകരിക്കുന്നത് നമുക്ക് പരാജയങ്ങൾ വരാതിരിക്കാൻ, നമ്മളെ തന്നെ ഒന്ന് കാണാൻ. കാരണം ഇനി അല്പം കാലമേ ഉള്ളെന്നറിഞ്ഞ് പിശാച് മഹാശക്തിയോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ ശക്തിയെ പുതുക്കി നമ്മെ ദൈവം ശക്തിയോടെ അയക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന ദിവസങ്ങളാണ് ഉപവാസ പ്രാർത്ഥന. അതിനെ നിങ്ങൾ ശരിയായിട്ട് ഉപയോഗിക്കണം. അതിൻ്റെ നടുവ് വന്നിരുന്നിട്ട് ഇങ്ങനെ എനിക്കെല്ലാം ഉണ്ടെന്നും പറഞ്ഞിരുന്നിട്ട് 8:15 പോകാനിരിക്കരുത്. ഇല്ലെന്ന് സമ്മതിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവം കർത്താവ് ശക്തി തരണം. ശിംശോൻ അവിടെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ ഒരു പ്രാവശ്യം കൂടെ ശക്തീകരിക്കണം. സമ്മതിക്കുന്ന കർത്താവ്, എനിക്ക് പരാജയം സമ്മതിച്ചപ്പോൾ ദൈവം അവനെ ശക്തിപ്പെടുത്തി. അവൻ ആ ക്ഷേത്രത്തിൻ്റെ തൂണ് പിടിച്ച് ഓടിച്ചതുപോലെ സാത്താൻ്റെ സകല ശക്തിയും തകർക്കാനുള്ള ഒരു അഭിഷേകം ദൈവം നമ്മുടെ മേൽ പകരട്ടെ. അനുദപിച്ച് പ്രാർത്ഥിച്ച ശിംശോൻ്റെ മേൽ ആ ശക്തി വന്നു. പക്ഷേ വ്യവസ്ഥാപിതമായിട്ടാണ് ദൈവം ഈ ശക്തി പകർന്നിരിക്കുന്നത്. 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിൻ്റെ മേൽ ശക്തി ഉണ്ടായിരിക്കും. ഇതിലേതെങ്കിലും ഒന്നിന് തടസ്സം വരുത്തിയാൽ നീ അവിടെ കുടഞ്ഞുകൊണ്ടിരിക്കത്തേ ഉള്ളൂ, ശക്തി കാണത്തില്ല. തിമോഥെയോസിൻ്റെ ലേഖനം പഠിപ്പിക്കുന്നു, അനേക ശിംശോന്മാർ അന്ത്യകാലത്തിൻ്റെ പ്രോഡക്റ്റുകളായി വരും. ശക്തിയില്ലാത്ത ഭക്തിയുടെ വേഷം കെട്ടിയ ആളുകൾ. ഭക്തിയുടെ വേഷം കെട്ടും, പക്ഷേ നല്ല വേഷമായിരിക്കും ഭക്തിയുടെ, പക്ഷേ ശക്തി കാണത്തില്ല അന്ത്യകാലത്ത്. പക്ഷേ യെശയ്യാവ് പണ്ടേ പറഞ്ഞു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അനേക ആളുകൾ വേഷം കെട്ടുമ്പോൾ ചില ആളുകൾ ഗൗരവത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ശക്തി പ്രാപിക്കും. നമുക്കൊരു ഭക്തിയുടെ വേഷമല്ല, ശക്തി ഉണ്ടെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു ഭക്തിയുടെ വേഷമല്ല. കാത്തിരുന്ന് ശക്തി പ്രാപിച്ച് ഒരു വേഷവുമില്ലാതെ അതിൻ്റെ ശക്തിയോടെ ജീവിക്കുന്ന ആളുകളെയാണ് ഈ തലമുറയ്ക്ക് ആവശ്യം, ഈ സമൂഹത്തിനാവശ്യം, ഈ കാലഘട്ടത്തിനാവശ്യം. ദൈവശക്തിയുള്ളവരെയാണ്. വിശ്വസിക്കുന്നവർ കർത്താവിനെ ഇന്ന് സഭൽക്കാലം ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് രാത്രി കർത്താവ് ചിലരെ ശക്തീകരിച്ചിട്ട് നീ ഒരു ഭക്തിയുടെ വേഷക്കാരനല്ല, ശരിക്കും നിൻ്റെ മേലൊരു ശക്തി ഉണ്ടെന്ന് ലോകം പറയത്തക്കോണം.
സ്വോത്രം. നിങ്ങൾക്കറിയാം, എലീശ കടന്നു പോകുമ്പോൾ ആളുകൾ പറഞ്ഞത് ഈ വഴിക്കൂടെ പോകുന്നവനൊരു ദൈവപുരുഷനാണ്, അവൻ ഭക്തൻ്റെ വേഷം കെട്ടുന്നവനല്ല, അവനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചാൽ അത്ഭുതം നടക്കുമെന്ന് അവിടെയുള്ള ആളുകൾക്ക് മനസ്സിലായി. കാരണം അത് വേഷമല്ല, യഥാർത്ഥമായ ശക്തി പ്രാപിച്ചവൻ യോർദാന്റെ തീരത്ത് എന്ന് കടന്നുകൊണ്ട് വസ്ത്രം വലിച്ചു കീറി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എനിക്ക് ശക്തി വേണമെന്ന് പറഞ്ഞ് ശക്തിയും പ്രാപിച്ചുകൊണ്ട് വന്ന് യഹോവയുടെ പുരുഷനെന്ന് ലോകം അറിയത്തക്കവണ്ണം ആളുകളുടെ നടുവിൽ ശ്രേഷ്ഠമായ ശക്തിയേറിയ ശുശ്രൂഷ ചെയ്യാൻ കരച്ചിലോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ശക്തിക്ക് വേണ്ടി ഓടി നടന്ന് അത് പ്രാപിച്ച് അത് തെളിയിച്ചപ്പോൾ ലോകം പറഞ്ഞു, ഇവിടെ ഒരു ദൈവപുരുഷനുണ്ട്. ഇവിടെ അടുത്ത രാജ്യം വരെ അറിഞ്ഞു. നയമാനെ പോലെയുള്ള പട്ടാളക്കാർ വരെ വന്നില്ലേ പ്രാർത്ഥനയ്ക്കായിട്ട് സൗഖ്യം പ്രാപിക്കാൻ. സ്വോത്രം. നമ്മളൊരു ബോർഡ് അടിച്ചു കിട്ടി ഇങ്ങനെ രോഗശാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് പോലെ റോഡെ ഒന്നും ചിരിച്ച് കാണിക്കുന്നല്ല, അത് കയറി വരുന്നില്ല. എലിസ എത്ര ഫ്ലെക്സ് വെച്ചിട്ടാണ് രോഗശാന്തിക്ക് വേണ്ടി ആളുകൾ വന്നത്? ഒരു ഫ്ലെക്സും വെക്കണ്ട, ശവങ്ങൾ ഉള്ളിടത്ത് കഴുക്കൾ വരും. സ്തോത്രം. അത്ഭുത രോഗശാന്തി, മിറക്കിൾ ശുശ്രൂഷ, എലീശ, റവറന്റ് ഡോക്ടർ എലീശ പ്രസംഗിക്കുന്നു. എന്നാ പിന്നെ അവിടെ വരെ പോയേക്കാന്ന് പറഞ്ഞ് പട്ടാളക്കാരൻ ലീവ് എടുത്ത് വന്നോ എവിടെയെങ്കിലും ബോർഡ്, ഇന്ന് നാട് നീളെ ബോർഡാന്നല്ലോ, ചെല്ലുമ്പോൾ ഒന്നും നടക്കുന്നുണ്ടോ അതുമില്ല, ഒരു ബഹളമൊക്കെയാണ്. പിന്നെ വലിയ ശക്തി കുറവായതുകൊണ്ട് 5000 വാട്ട്സിൻ്റെ മൈക്കൊക്കെ വെച്ച് ടച്ച്, എന്തുവാ ഭയങ്കര പവർ കോൺഫറൻസ്. മൈക്ക് സെറ്റുകാരന് പ്രയോജനമുണ്ട്, അല്ലാതെ വരുന്നവന് പ്രയോജനമൊന്നുമില്ല. 5000 വാട്ട്സ് 7000 വാട്ട്സൊക്കെ വെച്ച് ആട്ടിച്ച് തകർത്ത് മീറ്റിംഗ് കഴിയുമ്പം 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ആര് കൊണ്ടുപോയി? പന്തലുകാരനും മൈക്കുകാരനും കൊണ്ടുപോയി. വന്നവർക്ക് വല്ല പ്രയോജനം ഉണ്ടായോ? അതറിയത്തില്ല. പവർ കോൺഫറൻസ്. അന്ന് ഇതൊന്നും ഇല്ലെങ്കിലും പവർ ഉണ്ടായിരുന്നു. കാരണം കരഞ്ഞ് വിളിച്ച് ദൈവത്തോട് പ്രാപിച്ച ദൈവശക്തി, കരഞ്ഞ് ദൈവസ്ഥാനം ഓടി നടന്ന് പ്രാപിച്ച ദൈവശക്തി. ഇന്ന് രാത്രി നമുക്ക് യാതൊരു വേഷവും വേണ്ട, ഇതൊന്നും വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കേണ്ട, നമുക്ക് ശക്തിപ്പെടാൻ ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട് ഇവിടെ? ഇന്ന് പകൽ രാത്രി ദൈവം നമ്മെ അഭിഷേകം ചെയ്യും. വ്യവസ്ഥയ്ക്ക് അധീനമായിട്ടാണ് ദൈവം അഭിഷേകം ചെയ്യുന്നത്. വ്യവസ്ഥ തെറ്റിച്ച ശക്തി പോ. ആരായിക്കോട്ടെ, ശിംശോനാന്ന് പറഞ്ഞാലും ഇനി ആരായാലും കൽപ്പന ലംഘിച്ചാൽ ദൈവത്തിൻ്റെ ശക്തി പോകും. അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നെങ്കിൽ, ഇന്ന് രാത്രി ദൈവം നമ്മെ സ്പർശിക്കുന്നെങ്കിൽ നിലനിൽക്കാനൂടുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു വെച്ച് ഞാനങ്ങ് മുന്നോട്ട് ഓടി വരികയാണ്. ദൈവമക്കളെ, ഒരാൾക്ക് കറണ്ട് കിട്ടി കേട്ടോ, കറണ്ട് കിട്ടി. അയ്യോ, വിസറി കൊണ്ട് വീശി മടുത്തപ്പോഴാണ് കറണ്ട് കിട്ടി. ഇപ്പം ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ മതി. എന്നാ കാറ്റാ, വിളക്ക് കത്തിച്ച് പുകയെല്ലാം അടിച്ച് മൂക്കിൽ കൂടെ എല്ലാം പുക കയറി കഷ്ടപ്പെട്ടപ്പോഴാണ് ഒരു ദിവസം ഇലക്ട്രിസിറ്റി ബോർഡുകാരുണ്ടെന്ന് കറണ്ട് കൊടുത്തു. ഇപ്പം ഇട്ടാൽ മതി, വെട്ടം വരും. ഊതി കിടത്തണ്ട, ഇട്ടാൽ വെട്ടം പോവും. വളരെ സന്തോഷമായി. ചൂട്ട് കത്തിച്ച് വളരെ കഷ്ടപ്പെട്ട് വെള്ളം ചൂടാക്കിയ സ്ഥാനത്ത് ഇപ്പം ഇട്ടാൽ മതി, ചൂടുവെള്ളം പൈപ്പിൽ കൂടെ ഇറങ്ങി വരും. ചിരട്ട തല്ലി പൊട്ടിച്ച് കത്തിച്ച് തേച്ച് അതിനിടയ്ക്ക് ഒരു കനൽ തെറിച്ച് നല്ല ഒരു ഉടുപ്പ് കിഴിഞ്ഞു പോയതിൻ്റെ ഭാരമൊക്കെ മാറി. ഇപ്പം സ്വിച്ചിട്ടാൽ മതി, ഉടുപ്പ് തേക്കാം. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. എല്ലാം ഒരു സ്വിച്ചിട്ടാൽ മതി. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങി. പക്ഷേ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ ഒരുത്തം വന്ന് സ്വിച്ച് ഇടുന്നുണ്ട്, പക്ഷേ ലൈറ്റ് കത്തുന്നില്ല. സ്വിച്ച് ഇടുന്നുണ്ട്, പക്ഷേ ഫാൻ കറങ്ങുന്നില്ല. അയാൾ മെയിൻ സ്വിച്ച് മാറ്റി വെക്കാൻ തീരുമാനിച്ചു. എന്ന് പറഞ്ഞാൽ സഭയിൽ വിടുതലില്ലാതെ വരുമ്പം പാസ്റ്ററെ മാറ്റുന്ന അല്ല അതിൻ്റെ പോംവഴി. സ്തോത്രം. ആ മണ്ഡലമൊന്നും ഞാൻ ഇപ്പം മിണ്ടുന്നില്ല ഇവിടെ, കാരണം അത് നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ ചില ആളുകൾ ഒന്നീ മെയിൻ സ്വിച്ച് മാറ്റി നോക്കും, അല്ല മീറ്റർ മാറ്റി നോക്കും. സ്തോത്രം. മെയിൻ സ്വിച്ച് മാറ്റിയത് കൊണ്ടും ആയില്ല, മീറ്റർ മാറ്റിക്കൊണ്ടും ആയില്ല, സ്വിച്ച് മാറ്റിയത് കൊണ്ടും ആയില്ല. ഇയാൾ സ്വിച്ചെല്ലാം മാറ്റി വെച്ചു, മെയിൻ സ്വിച്ച് മാറ്റി വെച്ചു, മീറ്റർ മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ സഭ മാറി നോക്കുന്നു, ഉദ്ദേശിച്ച് മാറ്റി നോക്കുന്നു, പല കാര്യങ്ങൾ കേട്ടോ, വിഷയത്തിനൊന്നും വിടുന്നില്ല. അവസാനം ഒറ്റ തൊഴിക്ക് മെയിൻ സ്വിച്ച് ഇളക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്നാൽ പിന്നെ എഞ്ചിനീയറുടെ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിച്ചേക്കാം, 10000 രൂപയ്ക്ക് OYC കറണ്ട് എടുത്തല്ലേ, എന്താ ഇവിടെ സ്വിച്ച് ഇടുന്നത്? രാത്രി 8 മണി വരെ സ്വിച്ച് ഇടുക. ബാക്കിയുള്ളവരുടെയൊക്കെ വീട്ടിൽ കറണ്ടുണ്ട്, ഞാൻ 8 മണി വരെ സ്വിച്ച് ഇടുക. രാത്രി 11:45 ഒരു ലൈറ്റ് കത്തുന്നില്ലെന്നും പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ എഞ്ചിനീയർ വളരെ ശാന്തമായിട്ട് ഇരിക്കുക. കറണ്ട് ചാർജ് അടച്ചോ എന്ന് നോക്കാൻ. കറണ്ട് ചാർജ് അടച്ചോ ഇല്ലയോ എന്നുള്ള കാര്യം. എടി കറണ്ട് ചാർജ് അടച്ചില്ലേടി? ഇല്ല, അത് കട്ട് ചെയ്യുന്ന ദിവസവും കഴിഞ്ഞ് 10 ദിവസവും കൂടെ ആയി. കാരണം ഈ പേപ്പർ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറ്റി വെച്ചാൽ പോരാ, ആ കറണ്ട് ചാർജ് അടച്ചോളാമെന്നുള്ള എഗ്രിമെൻറ്റിലാണ് കറണ്ട് തന്നേക്കുന്നത്. അതിന് മാറ്റം വരുത്തിയാൽ സ്വിച്ചും സോക്കറ്റും ഒക്കെ അവിടെ കാണും, പോസ്റ്റ് എന്ന് കട്ട് ചെയ്യും. മനസ്സിലാകുന്നവർക്കായി സ്തോത്രം. ഹല്ലേലൂയ. കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മുടെ വീസ് ഊരിക്കൊണ്ട് നമ്മുടെ ഫാനും ലൈറ്റും സ്വിച്ചും ഒന്നും ഊരിയിട്ടില്ല, എല്ലാം അവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കച്ച ഡദാ പാ ഇപ്പോഴും കാണും. പക്ഷേ ശക്തി